ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ നിരീശ്വരവാദികൾ എണ്ണം കൂടുന്നത് എങ്ങനെയാ? എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മൗലവിമാരുടെ വിവരക്കേട് കേട്ടിട്ടാണ്. ഖുർആനിന്റെ പേരിൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യം പറഞ്ഞിട്ടാണ്. ആരിഫ് ഹുസൈൻ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ ആരിഫ് ഹുസൈൻ. അദ്ദേഹത്തിന് ആരിഫ് ഹുസൈൻ എന്ന് പേരിട്ടതാരാന്നറിയോ? അറിയോ? അറിയുന്നവർ കൈവന്തിക്ക്, അറിയുന്നവർ കൈവന്തിക്ക്. ഇല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് മർക്കസു സഖാവത്ത് സുന്നിയില് അവിടുത്തെ സ്കൂളില് കുട്ടിയായി പഠിച്ച കാലത്ത് ഇദ്ദേഹത്തിന്റെ ബാപ്പ ആരിഫ് ഹുസൈന്റെ ബാപ്പ കാന്തപുരത്തിന്റെ വലിയ മുരീദായിരുന്നു. അങ്ങനെ ഹുസൈൻ എന്നായിരുന്നു എന്റെ പേര്. ഡോക്ടർ ഹുസൈൻ. ആരിഫില്ല, അറിഞ്ഞവൻ, അറിവുള്ളവൻ എന്നർത്ഥത്തിൽ കാന്തപുരം വിളിച്ചു. എന്ത്? നീ വെറും ഹുസൈൻ അല്ല, ഞാൻ നിനക്ക് ഉസ്താദ് നിനക്ക് പേരിട്ടിരിക്കുന്നു ആരിഫ് ഹുസൈൻ. അതുകൊണ്ട് ഇന്ന് ഫുൾ ടൈം ഇസ്ലാമിനെ തെറി പറയുന്ന ഒരു ദജ്ജാലായി ഇവൻ വളർന്നത്. എന്താണ് മോനെ പെട്ട ക്ലിപ്പ് ഒന്നുകൂടിട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ നിരീശ്വരവാദികൾ എണ്ണം കൂടുന്നത് എങ്ങനെയാ? എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മൗലവിമാരുടെ വിവരക്കേട്. എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് കാന്തപുരം പേരിട്ടത് കൊണ്ടാണ്. സഖാഫി ഏറ്റവും വലിയ വൃത്തികെട്ട യുക്തിവാദിയാണ് ആരിഫ്. ജബ്ബാർ മാഷ് അങ്ങനെയല്ല, പൂർവ്വകാല യുക്തിവാദികളൊന്നും അങ്ങനെയല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിവാദികളിൽ വേറെ പല ആളുകളുണ്ട്. ആ ഷൗക്ക് ലിയാഖത്ത് കണ്ടല്ലോ. എന്നാൽ ആരിഫ് ഹുസൈനോ കാന്തപുരം പേരിട്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച ജന്മായി. കാരണം മർക്കസു സഖാവത്ത് സുന്നിയിൽ അങ്ങനത്തെ സാധനങ്ങളെ പ്രൊഡക്റ്റ് നടത്തി പുറത്തുവിടുന്ന നേതാവിട്ട പേരാത്. അതുകൊണ്ട് സഖാഫി വീട്ടിലിരുന്ന് മൂത്രയിച്ചു പോകുന്നുണ്ടെങ്കിൽ തൽക്കാലം അവിടെ എന്തെങ്കിലും ഒന്ന് പിരിച്ചേക്ക് കേട്ടോ. അടി ചോദിച്ചു വാങ്ങുക, എരന്നു വാങ്ങുക. അങ്ങനെ എരന്നു വാങ്ങിയതാ നീ. അത് നിനക്ക് പള്ളർച്ച തന്നിട്ടില്ലെങ്കിൽ ശരിയാവൂല. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? മുജാഹിദ് മൗലവിമാരുള്ളതുകൊണ്ടാണ്. വലിയ കണ്ടെത്തരാ. പക്ഷെ ഏറ്റവും വലിയ നന്ദി കെട്ട യുക്തിവാദി, ആ യുക്തിവാദി ഉണ്ടാക്കിയത് ആരാണ്? എന്റെ ഉസ്താദാണ്. മൂപ്പര് പേരിട്ടുകൊണ്ട് നശിച്ചു പോയത് ആ ജന്മം. മനസ്സിലായോ? അതുകൊണ്ട് അധികം നീന്തേണ്ട, ഇവിടെ വന്ന് ഞെളിയണ്ട. വിഷയം അവതരിപ്പിച്ചു പോയിക്കോ, ഞങ്ങൾ വിഷയം അവതരിപ്പിക്കാം.